Are you also struggling like me? ഹലോ ഓൾ, ഇറ്റ്സ് മീ ഫിസിയോ ബ്രോ. വെൽക്കം. ഞാനിപ്പോൾ നിൽക്കുന്നത് 1600 മീറ്റർ കടൽ നിരപ്പിന് മുകളിലായിട്ടാണ്. വേറെ എവിടെയുമല്ല, എന്റെ സ്വന്തം നാടായ മൂന്നാർ തന്നെയാണ്. ഇന്നത്തെ ടോപ്പിക്ക് പ്ലേയേഴ്സ് ഹയർ ആൾട്ടിറ്റ്യൂഡുകളിൽ എത്തുമ്പോൾ എന്തുകൊണ്ടാണ് ബ്രീത്തിങ്ങിന് സ്ട്രഗിൾ ചെയ്യുന്നത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഈ ഹയർ ആൾട്ടിറ്റ്യൂഡുകളിൽ എത്തുമ്പോൾ നമ്മുടെ ഓക്സിജന്റെ ലെവല് എപ്പോഴും കുറവായിരിക്കും. ഈ ഡീഹൈഡ്രേഷനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ കുറെ കാര്യങ്ങൾ പോയിട്ടുണ്ടാവും. ഈ ഉയർന്ന മേഖലയാണ്, തണുപ്പുള്ള പ്രദേശമാണ്, അപ്പോൾ ഡീഹൈഡ്രേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായേക്കാം. അല്ല, ഈ ഉയർന്ന മേഖലകളിൽ എത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡീഹൈഡ്രേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതൽ. ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിൻ അർജ്, അത് മാത്രമല്ല ഈ ഉയർന്ന മേഖലയിലേക്ക് എത്തുമ്പോൾ എയറിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള എയർ ആണ്. അപ്പൊ നമ്മുടെ സ്കിന്നിൽ നിന്നൊക്കെ മോയ്സ്ചർ ആയിട്ട് നല്ല രീതിക്ക് വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് പുറത്തേക്ക് പോകും. മാത്രമല്ല ലോ ഹ്യൂമിഡിറ്റി ആണ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ. അപ്പൊ വാട്ടർ വേപ്പർ നമ്മുടെ ലങ്സിൽ നിന്ന് കൂടുതലായിട്ട് വാട്ടർ വേപ്പർ ഇവാപറേറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഫാസ്റ്റർ ബ്രീത്തിങ് റേറ്റ് ആണ് ഇവിടെയുള്ളത്. ഇപ്പൊ നോർമലി താഴെയുള്ള സ്ഥലങ്ങളിൽ 13, 14 ബ്രീത്തിങ് റേറ്റ് എങ്കിൽ ഇവിടെ വരുമ്പോൾ 16, 19 ആയിരിക്കാം ബ്രീത്തിങ് റേറ്റ്. അപ്പൊ കൂടുതൽ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സിൽ നിന്ന് കൂടുതലായിട്ട് വാട്ടർ വേപ്പർ പുറത്തേക്ക് പോകും. ഇതെല്ലാം ഒരു കാരണങ്ങളാണ്. സ്ട്രഗിളിന്റെ കാരണങ്ങൾ എന്താണെന്ന് കേട്ടില്ലേ? ഇനി അതെങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അറിയണ്ടേ? വെയിറ്റ് ചെയ്യണ്ട, എന്റെ കൂടെ കൂടിക്കോ. ബൈ.